ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2025 നടന്ന ഒരു VFAയുടെ പേപ്പറാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വേണ്ടി നടന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേപ്പറാണ്. ഓക്കെ, 2025 എക്സാം നടന്നത്. 2024 നോട്ടിഫിക്കേഷൻ വന്നത്. ഏതാ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി ST, ഓക്കെ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ആണ്. സോ ഇത് ഇനിയിപ്പോൾ വരുന്ന ജനറലായിട്ട് വിളിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കൊക്കെ എന്തായിരിക്കും നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് 10th ലെവൽ എക്സാമുകൾക്കൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കോമൺ ആയിട്ട് വരാൻ ചാൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാം 10th ലെവലിനൊക്കെ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ഫൈനൽ ആൻസറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പോസ്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വില്ലേജിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഏക പോസ്റ്റ് ശരിക്കും എന്താണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. മറ്റേത് പോസ്റ്റാണെങ്കിലും, ഇപ്പോൾ LD ക്ലർക്ക് ആണെങ്കിലും ആ ഒരു ടേണിൽ റവന്യൂ ആൻഡ് ലാൻഡ് റവന്യൂവിലെ ടേണിൽ നിങ്ങൾ എത്തുവാണെങ്കിൽ മാത്രമേ വില്ലേജ് അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റൂ. ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റായിട്ട് വില്ലേജിലേക്ക്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വില്ലേജിലേക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് കയറാൻ പറ്റും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അല്ലാതെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോസ്റ്റാണ്. കാരണം ഞാൻ കേരള PSCയിൽ ആദ്യമായിട്ട് കയറുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ നാടായിട്ടുള്ള വടകര താലൂക്കിലാണ് ഞാൻ കയറുന്നത്. സോ ഇതിൽ വില്ലേജിൽ ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം വർക്ക് ചെയ്ത എല്ലാ മേഖല വെച്ച് നോക്കുവാണെങ്കിലും വില്ലേജിൽ അത്രയും ഒരു എന്താണ്, നിങ്ങളൊരു ഇഷ്ടപ്പെടുന്നൊരു മേഖലയായിട്ട് മാറും വില്ലേജ് എപ്പോഴും. കാരണം പ്രത്യേകിച്ച് ആളുകൾക്ക് നമ്മൾ എന്ത് കാര്യം അവിടെ ചെയ്താണെങ്കിലും ആളുകൾക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരു എന്താണ് ഫീൽ നമുക്കുണ്ടാവും. എപ്പോഴും ഓഫീസ് ടൈം കഴിഞ്ഞ് പോരുമ്പോൾ ഒരു സംതൃപ്തി എപ്പോഴും ഉണ്ടാവും. അതാണ് ഈ വില്ലേജിൻ്റെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒക്കെ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ റെഡി. സോ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഓഫ് കേരള, ഇത് വേറെ രീതിയിലായിരുന്നു ചോദിച്ചത്, ഇത് റിപ്പീറ്റഡ് ആണ്. പിന്നെ എന്താണ്, ഒരു ബുക്ക്, മലയാളം സംസാരിക്കുന്ന ഈ ബുക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ രീതിയിൽ മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പഞ്ചശീല തത്വങ്ങൾ എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. നാനാ സാഹിബ് 1857 കലാപം എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ചോദിച്ചിട്ടുണ്ട്. പ്രാദേശികവാദം ഇതിലുള്ള എല്ലാം ഏകദേശം എന്താണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഈ ആഗ്നേയശിലയിലെ തന്നിരിക്കുന്നതിൽ സവിശേഷ ബന്ധമില്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഏകദേശം ചോദിച്ച ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ക്ലിഫ്, ഇതൊരു അത്രയൊന്നും കണ്ടിട്ടില്ല. ക്ലിഫ് എന്നുള്ളത്, ഭൂരൂപം എന്നുള്ളത് അത്രയൊന്നും കണ്ടിട്ടില്ല. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം, ഇതും വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസിൽ ഏകദേശം 8 ക്വസ്റ്റ്യൻസ് എന്നാണ് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എന്തൊക്കെ ഫാക്റ്റാണ് വന്നെന്നുള്ളതും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നാണ്. ഹിസ്റ്ററി ഓഫ് കേരള ചരിത്രം, അത് നിങ്ങൾ മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് അതിനെ മാറ്റുമ്പോൾ കേരള ചരിത്രം എന്നാവും. കേരള ചരിത്രം എന്നുള്ള പുസ്തകം ആരാ എഴുതിയത്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, ഈ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. പക്ഷേ ഓപ്ഷൻ A നോക്ക് നിങ്ങൾ, കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, കാരണം ഈ പഴശ്ശിരാജയെ പറ്റി സർദാർ KM പണിക്കർ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അശ്രദ്ധ കാരണം എന്ത് ചെയ്യും, ആ ഒരു ഓപ്ഷനിലേക്ക് ചാടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ എന്ത് ചെയ്യുന്നത്, ചോദ്യകർത്താവ് ആദ്യം തന്നെ കൊടുത്തത് ആ ഒരു ഓപ്ഷൻ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 2 സെക്കൻഡ് നോക്കുക ഏതായിരിക്കും ആൻസർ എന്നുള്ളത്. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സർദാർ KM പണിക്കറാണ്. KM പണിക്കർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ടോ. ഞാൻ പറഞ്ഞു KM പണിക്കറാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഒന്നാമത്തെ ഓപ്ഷൻ പഴശ്ശിരാജ എടുത്തിട്ട് എന്ത് ചെയ്ത് അവിടെ കൊടുത്തത്. ക്ലിയർ ആണ്. ഇനി ഈ KM പണിക്കരുടെ കാവാലം മാധവ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുള്ള് പേര്. അത് അദ്ദേഹത്തിന് നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പഠിക്കുന്നുണ്ട്. എവിടെയാണ്? അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. പക്ഷേ അതിൽ അംഗങ്ങളായിട്ട് വന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഈ സർദാർ KM പണിക്കറാണ്. പിന്നെ രണ്ടാമത്തത് HN കുൻസ്രു ആണ്. സോ ആ സർദാർ KM പണിക്കർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തി, നമ്മുടെ ആൻസർ ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഓർത്ത് നോക്കണേ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്.
1956 എന്ത് ചെയ്യും, സംസ്ഥാനത്തെ ഭാഷാടിസ്ഥാനത്തിൽ ഓരോന്നായിട്ട് വരും ഇവരുടെ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. ഇനി കെ എം പണിക്കർ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം എന്താ പറയുക, രാജ്യസഭയിലെ ആദ്യ മലയാളിയാണ് ഈ കെ എം പണിക്കർ എന്ന് പറയുന്നത്. വളരെയധികം ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ സർദാർ കെ എം പണിക്കർ എന്ന് പറയുന്ന വ്യക്തി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടോ. മലയാളം സംസാരിക്കുന്ന പ്രാദേശികങ്ങളെ ഉൾപ്പെടുത്തി കേരള രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? അതായത് ഐക്യ കേരള പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതിലാകെ കുറച്ചെങ്കിലും BSc നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇതിലാകെ മെയിനായിട്ട് പഠിക്കുന്ന ഒരു ബുക്ക് 1.25 കോടി മലയാളികളാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആൻസറും. ആരാ എഴുതിയ വ്യക്തി EMS ആണ് കേട്ടോ. EMSനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് EMSൻ്റെ 3 ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാ 3 ബുക്കുകൾ? ഒന്ന് കേരള മലയാളികളുടെ മാതൃഭൂമി, രണ്ടാമത്തെ ബുക്ക് 1.25 കോടി മലയാളികൾ, മൂന്നാമത്തെ ബുക്ക് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പെസാൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ഓക്കെ, ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ EMSൻ്റെ ഈ 3 ബുക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കാരണം EMS എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐക്യ കേരളത്തിനൊക്കെ വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി EMSനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്, അതുപോലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിൽ തന്നെ. പിന്നെ പൂർണ്ണനാമം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. അതേപോലെ അദ്ദേഹത്തിന് ഒരു പത്രം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പത്രസ്ഥാപകനാണ്. ഏതാണ്? പ്രഭാത് എന്നുള്ള പത്രം. 1935 KPCC സെക്രട്ടറി അദ്ദേഹമായിരുന്നു കേട്ടോ. ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, അറിയാത്തവർ ഇവിടെ തെറ്റിക്കും. കാരണം EMSുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാതെ പോയത്. 1935 KPCC സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ. എത്രയോ പ്രാവശ്യം PSc റിപ്പീറ്റ് ചെയ്ത് മടുത്തൊരു ക്വസ്റ്റ്യനാണ് ശരിക്കും. ഇന്ത്യയും ആരാണ്? ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ. ഏകദേശം എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ചായ കുടിക്കുന്നുള്ളത്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ ഇന്ത്യ ചൈന എന്നുള്ള ഇന്ത്യക്കാരുടെ മെയിൻ ഒരു ശീലം ചായ കുടിക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് അവിടെ കിട്ടും. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ചൈനയാണെന്ന്. എന്നാലൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു, പിന്നെ ചൈനയിലെ ആ പേരിൽ തന്നെ ഉണ്ട്, ആരൊക്കെ തമ്മിലാണ്? ചൗ എൻ ലായ്. ചൈന എന്നോർത്ത് വെച്ചാൽ മതി, ചൗ എൻ ലായ്. ജവഹർലാൽ നെഹ്റുവും അതേപോലെ ചൗ എൻ ലായ് ആണ് ഒപ്പുവെക്കുന്നത്. 1954 കേട്ടോ, ഇയർ ഓർത്ത് വെക്കണേ. 1954 എന്ത് ചെയ്യുന്നത്, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കുന്നത്. ഇനി ഈ പഞ്ചശീല തത്വങ്ങളിൽ ഈ 5 തത്വങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഒരു പ്രാവശ്യം എനിക്കൊന്ന് 2-3 വർഷം മുമ്പാണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായത് പഞ്ചശീല തത്വങ്ങൾ പെടാത്തത് ഏത് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി, ബൈഹാർട്ട് ആക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇതാണ് പഞ്ചശീല തത്വങ്ങൾ എന്നുള്ളത്. കാരണം ഇതിൽ പെടാത്ത ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. കാരണം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും മിക്കവാറും ഇത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? PSc ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും നേതൃത്വം നൽകിയ വ്യക്തികളും ആരാ? ഇതിൽ എപ്പോഴും നമ്മൾ കോഡ് പഠിക്കുന്നത് നയനം എന്നുള്ളത് കണ്ണാണ്. അപ്പോൾ നയനം കണ്ണ്, കാൺപൂറാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ 857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ചുരുങ്ങിയത് ഇവരെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ റാങ്ക് ഫയൽ എടുത്തിട്ട് ഇവർ മാത്രമല്ല, ഒരു 2-3 പേര് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഝാൻസി ആണെങ്കിൽ ഝാൻസി എവിടെയൊക്കെ വരുന്നത്, ഝാൻസി റാണി എവിടെയൊക്കെ വരുന്നത്? ഝാൻസിയിലും ഗ്വാളിയാറിലും. കൻവർ സിംഗ് ബീഹാറിൽ ജഗദീഷിലെ ആരയിൽ. ഓക്കെ, ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ. ആഗ്രയിലും ഔദിലും ആര്? ബീഗം അസ്രത്ത് മഹൽ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറൂത്ത് പർഗാനയിൽ ഷാമാൾ. ഇതൊക്കെ ഞാൻ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കോഡ് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പം ബറൂത്ത് പർഗാനയാണെങ്കിൽ ഗാനം, ഏകദേശം ഗാനം ഈ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗാനമേള ഉണ്ടാവും. ആ രീതിയിൽ ഓരോന്നും കണക്ട് ചെയ്തിട്ട് പഠിക്കുന്ന, നിങ്ങൾ തന്നെ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കണക്ട് ചെയ്തിട്ട് ഞാൻ മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 1775 2ാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. 1 2 ആൻസർ എവിടെയാണ്? ഫിലാഡൽഫിയ ആണ് കേട്ടോ ആൻസർ. അപ്പോൾ എപ്പോഴാണ് നടക്കുന്നത്? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774 ഫിലാഡൽഫിയയിൽ. സെക്കൻഡ് നടക്കുന്നത് എപ്പോഴാണ്? തൊട്ടടുത്ത വർഷം 1775 എവിടെ തന്നെ? ഫിലാഡൽഫിയയിൽ. അത് ആ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് കഴിയും. 74-75. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഉള്ളത് ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. ഇതൊക്കെ മാറി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചോണം.
ഓക്കെ. ഇനി ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച വർഷം 45. അതേപോലെ ഐക്യരാഷ്ട്ര ദിനമാണ് ഇത് ഒക്ടോബർ 24, കാരണം അന്നാണ് ഇത് രൂപീകരിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഇത് മിനിമം അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റാണ്. ഇനി ഈ ഐക്യരാഷ്ട്ര സഭ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച് ആരാന്ന് ചോദിക്കാറുണ്ട്. അതാ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഓക്കെ, അത് നിങ്ങളെ കിട്ടും. ഐക്യം എപ്പോഴും ഫ്രാങ്കായിട്ട് പറയുന്നതാണെന്ത്, നമ്മളെപ്പോഴും ഐക്യമാണെന്നുള്ളത് എപ്പോഴും ഫ്രാങ്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. അത് ഓർത്ത് വെച്ചാൽ മതി, ഫ്രാങ്ക്ലിൻ ആണെന്നുള്ളത്. ഇനി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച ഒരു കോൺഫറൻസ് ഉണ്ട്, ഇതും ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. യാൾട്ട കോൺഫറൻസ് കേട്ടോ. 1945 നടന്ന യാൾട്ട കോൺഫറൻസ് ആണ് എന്ത്, ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദം കേട്ടോ, ശ്രദ്ധിക്കണേ, പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ചിനൂക്ക് പ്രാദേശികവാദമാണ്, ലൂ പ്രാദേശികവാദമാണ്, ഹർമാറ്റണും പ്രാദേശികവാദമാണ്. ചക്രവാദം എന്തല്ല, പ്രാദേശികവാദമല്ല. ചക്രവാദം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്താ പറയുക, സൈക്ലോൺ കേട്ടോ, സൈക്ലോണാണ് ചക്രവാദം. ഓക്കെ, ഓർത്ത് വെച്ച് ഇത് അറിയെങ്കിൽ നിങ്ങൾക്ക് അതോടെ കിട്ടും. മറ്റുള്ളവയൊക്കെ ഓരോ പ്രദേശത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ഈ ചിനൂക്ക്, ലൂ, ഹാർമാറ്റൺ ഇത് മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകത ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത് ചക്രവാദം എന്താണെന്നുള്ളത്. ചക്രവാദം എന്ന് വെച്ചാൽ സൈക്ലോണാണ്. സൈക്ലോൺ എന്ന് വെച്ചാൽ എന്താ, ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗത്ത് കുറഞ്ഞ മർദ്ദവും അതിന് ചുറ്റും ഉയർന്ന മാർഗവും അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞ മർദ്ദകേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ശക്തമായിട്ടുള്ള കാറ്റ് വീശും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്ലോൺ രൂപവൽക്കരിക്കപ്പെടുന്നത്. അതാണ് ചക്രവാതം. ഇനി ഹർമാറ്റണിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹർമാറ്റൻ എന്ന് വെച്ചാൽ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു കാറ്റാണ് ഇത് ഹർമാറ്റൻ. അതാണ് മെയിനായിട്ട് അതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ചിനൂക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിര, അതിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഇത് ചിനൂക്ക്. അപ്പോൾ റോക്കീസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കേട്ടോ. ഈ ചിനൂക്കും റോക്കീസുമായിട്ട് എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ അവിടെ കൊടുത്തു, അതായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ഇനി ലൂ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്നതാണ്. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ഇത് ലൂ. അത് ലൂ എന്നുള്ളത് നിങ്ങൾ എന്തില്ലേ, ആ ലൂ എന്ന് എഴുതുമ്പോൾ ലാസ്റ്റിലത്തെ ഊ എന്ന് കേൾക്കുമ്പോൾ തന്നെ 2 എണ്ണം കിട്ടും ഇവിടെ. ഒന്ന് ഉത്തരേന്ത്യയാണെന്ന് കിട്ടും, ഒന്ന് ഉഷ്ണക്കാറ്റാണെന്ന് കിട്ടും. ആ 2 എണ്ണം അതിലായി, ഉത്തരേന്ത്യയിലെ ഉഷ്ണക്കാറ്റ് ലൂ. അപ്പോൾ പ്രാദേശികവാദങ്ങൾ എന്ത് ചെയ്യും, അവിടെ കിട്ടും. റെഡി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്തത് കേട്ടോ, ശ്രദ്ധിക്കണേ, ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഏതാ ബന്ധമില്ലാത്തത്? ഈ ശില പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ശരിയാട്ടോ, ഇത് ബന്ധമുണ്ട്. ആഗ്നേയശിലയാണ് പ്രാഥമിക ശില. ഈ ശിലക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്, തെറ്റാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം കാണുന്ന ശില എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ആഗ്നേയശിലയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നു കേട്ടോ. ആഗ്നേയശില, അവസാദശില, കായാന്തരിച്ച ശില, 3 ശിലകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഫാക്റ്റുകളെ പഠിക്കാനുള്ളൂ, പക്ഷേ അത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ആഗ്നേയശിലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ എന്താ, ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവം, അതാണ് മാഗ്മ ലാവ, അതാണ് ഇത് ഈ ആഗ്നേയശിലയായിട്ട് രൂപം കൊള്ളുന്നത്. പിന്നെ ആഗ്നേയശിലക്ക് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടില്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ഇത് ആഗ്നേയശില, ഫോസിലുകൾ ഇല്ലാത്ത ശില. ഇനി ഈ ആഗ്നേയശിലയുടെ ചില പ്രത്യേകത ഒന്നുകൂടി പറയാം. ഡക്കാൻ ട്രാപ്പ് മേഖല, അതേപോലെ ജാർഖണ്ഡിലെ രാജമാൽ കുന്നുകൾ, ഇവയിലൊക്കെയാണ് ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്നത്. അതായത് ബസാൾട്ട് ഒരു ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്, മുമ്പ് നമ്മൾ ഓപ്ഷനിൽ കണ്ടു. അപ്പോൾ ബസാൾട്ട്, ഇന്ത്യയിലെ ബസാൾട്ട് കാണപ്പെടുന്ന മെയിൻ ഈ 2 റീജിയൻ ആട്ടോ, അത് ഓർത്ത് വെക്കണം. ഇനി ബസാൾട്ടിൻ്റെ അപക്ഷയം കൊണ്ടുണ്ടാകുന്ന ഒരു മണ്ണാണ് ഇത്, കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണ് എന്നും കൂടി പറയും, കറുത്ത പരുത്തി മണ്ണ്. ഓക്കെ, പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണിത്, കറുത്ത മണ്ണ്. ബസാൾട്ടിൻ്റെ അപക്ഷയം കൊണ്ടുണ്ടാകുന്നതാണ് ഇത്. ഇനി എക്സാമ്പിൾ 2-3 ബസാൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്രാനൈറ്റും ഡോളമൈറ്റും എന്താണ്, ഈ ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്, ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എന്താണ് ക്ലിഫ്. ഇതാണ് ഇതിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്ന് പറയുമ്പോൾ ചാടിയിട്ട് കൊടുമുടിന്നൊന്നും എഴുതരുത്. മിക്കവാറും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവണം അതൊരു ട്രാപ്പാണെന്നുള്ളത്. എന്താ ക്ലിഫ് എന്ന് വെച്ചാൽ എന്താ, തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. സീ ക്ലിഫ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. സീ ക്ലിഫ് എന്നാണ് നമ്മൾ പറയാം. അതായത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളുണ്ടാവും, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ കുന്നുകളെയാണ് എന്ത് ചെയ്യുന്നത്, കടൽ തിര ക്ലിഫുകൾ, സീ ക്ലിഫ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, തിരമാലകളുടെ അപരതന ഫലമായിട്ടുണ്ടാകുന്ന കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഓർത്ത് വെക്കണേ. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത കേട്ടോ ഒരു ഭൂരൂപത്തെ പറ്റി പറയാൻ, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത്, ഇതെടുത്തിട്ട് പറഞ്ഞത്. അതായത് ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപം.
അതാണ് ഏത് സ്റ്റാലക്മൈറ്റ് സ്റ്റാലക്ടൈറ്റ്. ഇത് രണ്ടും ഓർത്തോക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാലക്മൈറ്റും അതേപോലെ സ്റ്റാലക്ടൈറ്റും ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഡെൽറ്റകൾ. ഡെൽറ്റകൾ ഏതാ ഏത് എന്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇതേപോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് നദികൾ വഹിച്ചു കൊണ്ടിരുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും, നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടും. അതൊരു ത്രികോണ രൂപത്തിലാവും ഇങ്ങനെ. അങ്ങനെ ത്രികോണ രൂപത്തിൽ ആയി വരുന്ന ഭൂരൂപമാണ് ഇത് ഡെൽറ്റകൾ. ഓക്കെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവർ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണെന്നാണ്. അപവാനഗർത്തുണ്ട്, കൂൺശിലുണ്ട്, ടെറായി ഉണ്ട്, മണൽമേടുകളുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ടെറായി തന്നെയാണ്. കാരണം ടെറായി എന്നുള്ളത് എന്തല്ല, ഒരു ഭൂരൂപമല്ല. ടെറായി നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? ടെറായി അതായത് ഉത്തര മഹാസമുദ്രത്തിലെ വടക്ക് നിന്ന് തെക്കോട്ട് 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബാബർ, ടെറായി, എക്കൽ സമതലം. ഓക്കെ. ആ 3 വരുന്നതാണ് ഇത് ഈ ഉത്തര മഹാസമുദ്രത്തിൽ നിന്നുള്ള 3. ബാബർ, ടെറായി, എക്കൽ സമതലം. ഇത് 3. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കൽ സമതലത്തിനെ 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗാദറും ബങ്കറും. ആ 2 ഡിവിഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഓപ്ഷനിൽ നിങ്ങൾ അവിടെ ഓപ്ഷനിൽ കാണുന്ന ടെറായി എന്നുള്ളതിൻ്റെ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ബാബർ, ടെറായി, എക്കൽ സമതലം, പിന്നെ ഗാദർ, ബങ്കർ. ഇതിൽ ഓർത്ത് വെക്കണേ, എക്കൽ സമതലം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഗാദറും ബങ്കറുമാണ്. അതായത് പുതിയ രൂപഘടനയാണ് ഇത് ഗാദർ, പഴയ എക്കൽ സമതലങ്ങളാണ് ഇത് ബങ്കർ എന്നുള്ളത്. ഓക്കെ. ഇത്രയാണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ്. അടുത്തൊരു 10 എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ബൈ.